വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോണാണ് വിവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5G സ്മാർട്ട് ഫോൺ വിവോ V40 ലൈറ്റ്. ഇത് ഗ്ലോബൽ വേരിയൻ്റ് ആണ്. ഈ ഒരു സെയിം സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ മറ്റൊരു പേരിലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. വിവോ Y300 എന്ന പേരിൽ ഈ ഒരു നവംബർ 21 ലോഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണും ആ ഒരു Y300 തമ്മിൽ സ്പെസിഫിക്കേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളത് ആ ഒരു നവംബർ 21 ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എനിവേ ഒരാഴ്ചയായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാകുക. എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലും വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. സമയം കളയാതെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ ഒരു ട്രാൻസ്പെറൻറ്റ് GPU കേസ് ലഭിക്കുന്നുണ്ട്. 80 വാട്ടിൻ്റെ വിവോയുടെ ഫ്ലാഷ് ചാർജ് അഡാപ്റ്ററാണ് നമുക്ക് കൂടെ ലഭിക്കുന്നത്. പിന്നീട് Type A to Type C ചാർജിങ് കേബിൾ. 3 കളേഴ്സിലാണ് ഗ്ലോബലി അവൈലബിൾ ആവുന്നെങ്കിലും നിലവിലിപ്പോൾ 2 കളറിലാണ് ഖത്തറിൽ അവൈലബിൾ ആവുന്നത്. നമ്മുടെ കയ്യിലുള്ള ടൈറ്റാനിയം സിൽവർ കൂടാതെ ഡൈനാമിക് ബ്ലാക്ക്, ഇത് കൂടാതെ മറ്റു ചില രാജ്യങ്ങളിൽ എമറാൾഡ് ഗ്രീനിലും അവൈലബിൾ ആണ്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വരുന്നത്. അതുപോലെ തന്നെ ബോഡി ഫ്രെയിം യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് തന്നെയാണ്. പിറകുവശത്തായിട്ട് നമുക്ക് 2 ക്യാമറയും ഇവിടെ ഓറ ലൈറ്റും കാണാം. ഇവിടെയാണ് ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. 7.95 mm ആണ് ബോഡി തിക്നെസ്. 190 ഗ്രാമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സും കാണാൻ സാധിക്കുക. മുകൾ വശത്തായിട്ട് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ യൂസ് ചെയ്തിരിക്കുന്നത്. ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ്. ഒരേ സമയം 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ ഇന്റേണൽ മൈക്ക്, Type C ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള IP64 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണ്. ഇപ്പോൾ ഓവറോൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി എന്നുള്ള രീതിയിൽ മാത്രമാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 6.67 ഇഞ്ചിൻ്റെ MOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ്. ഫുൾ HD+ ആണ്. റെസൊല്യൂഷൻ വരുന്നത് 394 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ 1800 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാൽ തന്നെ ഏത് സിറ്റുവേഷനിലും നമുക്ക് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 91.9% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. ബസിൽസ് ഒന്നും വലിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഓൾമോസ്റ്റ് നമുക്കൊരു ഫുൾ വ്യൂ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കും. ഓവറോൾ ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ ഒരു ഗുഡ് ഡിസ്പ്ലേ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. Qualcomm Snapdragon 4 Gen 2 എന്ന് പറയുന്ന 5G ചിപ്സെറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒക്ടാ കോറിൽ 2.2 GHz ആണ്. ക്ലോക്ക് സ്പീഡ് 4 nm ടെക്നോളജിയാണ്. Adreno 613 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് GPU. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വേരിയൻ്റ് ആയിട്ടുള്ള V30 ലൈറ്റിലും സെയിം പ്രോസസ്സർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൽ ഒരു അപ്ഗ്രേഡ് കൊണ്ടുവന്നിരുന്നെങ്കിൽ നന്നായെന്നുള്ള ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. എനിവേ മറ്റുള്ള പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ പറയത്തക്ക രീതിയിൽ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത്യാവശ്യം ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ രീതിയിൽ വലിയ ഈ ഒരു സമയം വരെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിവേ 2 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആവുന്നത്. 12GB റാമിൽ 256GB, 12GB റാമിൽ 512GB, അതുപോലെ LPDDR4X ആണ് റാം ടൈപ്പ്. UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 2.2 ആണ്. അപ് ടു 12GB വരെ നമുക്കിതിൽ റാം എക്സ്പാൻഷൻ കൂടി ചെയ്യാൻ സാധിക്കും. ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരേ സമയം 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ അപ് ടു 1TB വരെ നമുക്കിതിൽ മെമ്മറി കാർഡ് സപ്പോർട്ട് ആവുന്നതാണ്. എനിവേ കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 5G സ്മാർട്ട് ഫോണാണ്. 12 5G ബാൻഡാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ആയിട്ടുള്ളത്. ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.0 ആണ് വരുന്നത്. ഡ്യുവൽ ബാൻഡ് വൈഫൈ ഇതിൽ സപ്പോർട്ടാണ്. NFC-യും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ആൻഡ്രോയിഡ് 14 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഫൺ ടച്ച് ചോയ്സും വരുന്നത് 14 തന്നെയാണ്. ചെറുതായിട്ടുള്ള രീതിയിൽ ബ്ലൂടൂത്തും ആഡ്വേഴ്സും ഒക്കെ നമുക്ക് എല്ലാ വിവോ സ്മാർട്ട് ഫോണിൽ കാണുന്ന പോലെ തന്നെ ഇതിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, അതുപോലെ സ്മോൾ വിൻഡോ, ഇതൊക്കെ ഇതിൽ സപ്പോർട്ടാണ്. ഇപ്പോൾ ഓവറോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബാറ്ററി വരുന്നത് 5000 mAh ആണ്. 80 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ ഏകദേശം 50 to 52 മിനിറ്റ്സ് ആണ് എനിക്ക് എടുത്തിട്ടുള്ളത്. 4 വർഷത്തെ ബാറ്ററി ഹെൽത്ത് ആണ് കമ്പനി പറയുന്നത്. സാധാരണ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ കൂടിയാണെങ്കിലും വിവോയുടെ അല്ലെങ്കിൽ BBK ഇലക്ട്രോണിക്സിൻ്റെ അണ്ടറിലുള്ള സ്മാർട്ട് ഫോണിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ദിവസത്തിന് മുകളിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിലും മോർണിംഗ് ടു നൈറ്റ് എന്നുള്ള രീതിയിലും ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സാധാരണ രീതിയിൽ വിവോ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുക്കാൻ ഇത്തിരി മടി കാണിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ് ഫീൽ ചെയ്തത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസർ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്ന കാണാൻ സാധിക്കും. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫേസ് ലോക്കും വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഞാൻ ഇതിൽ കളിച്ചിട്ടുള്ളത്. ഏകദേശം 45 മിനിറ്റിന് മുകളിൽ ഞാൻ ഇതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. ആദ്യമേ ഞാൻ പറയാം, ഇതൊരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഗെയിമിങ്ങിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ അല്ല. അതുകൊണ്ട് തന്നെ പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടവർക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ തീർച്ചയായിട്ടും സ്യൂട്ടബിൾ അല്ല. മറിച്ച് നമ്മളൊരു ടൈം പാസ് എന്നുള്ള രീതിയിലൊക്കെ ഗെയിം കളിക്കുന്നവരാണെങ്കിൽ, എസ്പെഷ്യലി ഞാൻ ഈ ഒരു 45 മിനിറ്റോളം കളിച്ചിട്ടുണ്ട്, എനിക്കങ്ങനെ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എസ്പെഷ്യലി ഫ്രെയിം ഡ്രോപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ലാഗിങ് ഇഷ്യൂ ഒന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സ്മൂത്ത് ആയിട്ട് തന്നെ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്ര ഗംഭീരമായിട്ടുള്ള ഗ്രാഫിക് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആ ഒരു ഉള്ള ക്വാളിറ്റിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും സമയം കളിച്ചപ്പോഴും എനിക്ക് അത്തരത്തിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ചെറുതായിട്ടുള്ള രീതിയിൽ വാം ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോർമലായിട്ട് ഗെയിമിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നിരാശപ്പെടുത്താത്ത ഒരു പെർഫോമൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നതാണ്. 2 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 50 മെഗാ പിക്സൽ മെയിൻ ലെൻസും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും പിന്നെ നമുക്കൊരു ഓറാ ലൈറ്റും കാണാൻ സാധിക്കും. ഇനി റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒറ്റ വാക്കിൽ നമുക്കൊരു ഡീസൻറ്റ് ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കും. നോട്ട് ദ ബെസ്റ്റ്, നോട്ട് ദ വേസ്റ്റ് എന്നുള്ള രീതിയിൽ. സ്പെഷ്യലി ഡേലൈറ്റ് പെർഫോമൻസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ചില സമയത്ത് തരുന്നുണ്ടെങ്കിലും ചില സമയത്ത് ഒരു ഇത്തിരി സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ടുള്ള ഫോട്ടോസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസ് നമുക്കൊരു ഡീസൻറ്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡീസൻ്റ് ആയിട്ടുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില ഫോട്ടോസിൽ ഒരു ഇത്തിരി വൈറ്റിഷ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓവറാലായിട്ട് നമുക്കൊരു ക്രിയേറ്റിവിറ്റി ആയിട്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിട്ട് ഒരു ഫീച്ചറായിട്ട് തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അൾട്രാ വൈഡ് നമുക്കറിയാം മിക്ക സ്മാർട്ട് ഫോണിൽ എടുക്കുന്നതും ജസ്റ്റ് ഒരു പേരിന് കൊടുക്കുന്നുള്ള രീതിയിലാണ്. അല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് മിക്ക സ്മാർട്ട് ഫോണിലും കാണാറില്ല. അതുപോലെ തന്നെ ഇതിലും എനിക്കത് കണ്ടിട്ടില്ല. എനിവേ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫി ഫോട്ടോസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഡയലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ മിക്ക സമയത്തും നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോസായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈവൻ അത് പോർട്രേറ്റ് ആണെങ്കിൽ കൂടിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. HDR പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണ് നമ്മൾ സ്മാർട്ട് ഫോണിൽ ഫോട്ടോ എടുക്കുന്നെങ്കിലും ഒരു ചെറുതായിട്ടൊരു വൈറ്റിഷ് കടന്നു വരുന്നതായിട്ട് മിക്ക സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓവറോൾ ക്യാമറ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ്. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ വരുന്നത്. സ്റ്റെബിലിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ EIS OS ഒന്നും ഇതിൽ സപ്പോർട്ടല്ല. അതുപോലെ തന്നെ 4K വീഡിയോ ഇതിൽ സപ്പോർട്ടല്ല. HDR പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കളേഴ്സൊക്കെ ഒരു ഇത്തിരി നാച്ചുറലായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഓവറോൾ വീഡിയോ ക്വാളിറ്റി വൈസ് പറയാനാണെങ്കിൽ ഒരു ഡീസൻറ്റ് വീഡിയോ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. സ്റ്റെബിലിറ്റി ഒരല്പം കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ HDR പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചില സെനേറിയോസിൽ ഒരു ഇത്തിരി വൈറ്റിഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നാച്ചുറൽ കളറാണ്. അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓവറോൾ വീഡിയോ ക്വാളിറ്റി വൈസ് പറയാനാണെങ്കിൽ ഒരു എബോവ് ആവറേജ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12GB + 256GBക്ക് 1099 ഖത്തറിയാൽ, ഏകദേശം ഇന്ത്യയുടെ 25,000 രൂപയാണ് ഇതിന് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ 12 + 512GB ആണെങ്കിൽ 1299 ഖത്തറിയാൽ, ഏകദേശം ഇന്ത്യയുടെ 29,000 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകത, ഖത്തറിൽ നിന്ന് ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നമുക്കറിയാം നോർമലി മിക്ക ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ നമ്മൾ ഗൾഫിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇന്ത്യയിൽ വാറണ്ടി ലഭിക്കുന്നതല്ല. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ചിടത്തോളം ഒഫീഷ്യൽ സ്മാർട്ട് ഫോണാണ് ഖത്തറിൽ നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന് GCC പ്ലസ് ഇന്ത്യയിലും വാറണ്ടി ഇതിന് ലഭിക്കുന്നതാണ്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ഡീസൻറ്റ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഡിസ്പ്ലേയുടെ കാര്യം എടുത്താലും ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം എടുത്താലും ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യം എടുത്താലും ഈവൻ ഈ പറഞ്ഞിട്ടുള്ള ക്യാമറ പെർഫോമൻസിൻ്റെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണെന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റുന്നതാണ്. ഇനി എന്നും പറയാനുള്ള പോലെ തന്നെ എന്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. ഇപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു.